إياك نعبد وإياك نستعين. ഈ ആയത്ത് വായിക്കുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇയ്യാക എന്ന പദം ഉച്ചരിക്കുമ്പോൾ യാഇന്റെ മേലെ ഷദ്ദുണ്ട്. യാഇന് കട്ടി നൽകിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ കട്ടി കൊടുക്കാതെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഇയ്യാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന അർത്ഥത്തിൽ നിന്ന് തെറ്റിപ്പോകുമെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു. കാരണം കട്ടിയില്ലാതെ ഷദ്ദില്ലാതെ യാ ഓതിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെയാണ്. ഇയ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സൂര്യന്റെ വെളിച്ചം എന്നാണ്. അപ്പോൾ സൂര്യന്റെ വെളിച്ചത്തെ നാം ആരാധിക്കുന്നു, സഹായം ചോദിക്കുന്നു എന്നൊക്കെ അർത്ഥം വരും. അത് അപകടമാണ്. അതുകൊണ്ട് അങ്ങനെ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളായ പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി പോലുള്ള പ്രഗൽഭ ഖുർആൻ വ്യാഖ്യാതാക്കൾ. അതേപോലെ തന്നെ നഅ്ബുദു, നസ്തഈൻ എന്നീ പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഐനിന്റെ ശബ്ദം വ്യക്തമാകണം. നഅ്ബുദു, നസ്തഈൻ അത് ഹാഇന്റെ ശബ്ദമോ ആയി മാറാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്നതാണ് നേർക്ക് നേരെ അതിന് കൊടുക്കുന്ന മലയാള പരിഭാഷ. അതിലെ ഓരോ പദങ്ങളും എടുക്കുകയാണ് എങ്കിൽ ഇയ്യാക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നെ മാത്രം അല്ലെങ്കിൽ നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. ഇത് സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ നമ്മൾ നിരന്തരം ചൊല്ലുന്ന ഒരു ആയത്താണ്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടും സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നമ്മൾ അങ്ങനെ അപ്രകാരം നമസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ആ പാരായണം ചെയ്ത അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഹാദിഹി ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅല. ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്. എന്റെ അടിമ ചോദിക്കുന്നതെന്തും അവന് ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഏത് കാര്യമാണ് സഹോദരങ്ങളെ അള്ളാഹുവിനും അവന്റെ അടിമക്കും ഇടയിലുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്?
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഈ കാര്യം അത് അള്ളാഹുവിനും അള്ളാഹുവിന്റെ അടിമക്കുമിടയിലുള്ള ഒരു കരാറായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിത് പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അപ്രകാരം പറയുമെന്ന്. എന്ത്? ഇത് എനിക്കും എന്റെ അടിമക്കുമിടയിലുള്ള കരാറാണ്. എന്റെ അടിമ ചോദിക്കുന്നതെന്തും അവന് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുമെന്ന്. നീയല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആരാധനകളും സഹായാർത്ഥനകളും നിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുകയുള്ളൂ എന്ന് ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു എന്നതാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ താല്പര്യം. ആ സമയത്താണ് നമസ്കാരത്തിൽ ഇത് നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു പറയുന്നത് ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നതെന്തും അവന് ലഭിക്കും എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ കാര്യം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്തിൽ കാണാം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് പറയുമ്പോൾ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹുവോട് ഇത് ഒരു കരാറായിക്കൊണ്ട് തന്നെ തുറന്നു പറയുമ്പോൾ, നിനക്ക് മാത്രമാണ് അള്ളാഹുവെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മൾ പറയുന്ന ആ കരാറും അതുപോലെ തന്നെ അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ, ആ ഇബാദത്ത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബാദത്തിന് ഭാഷയിൽ നിന്യതയിൽ അഥവാ താഴ്മയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന് ഭാഷയിൽ എന്തൊക്കെ അർത്ഥങ്ങളുണ്ടോ എന്നുള്ളതല്ല നമ്മൾ പരതുന്നത്. മറിച്ച് ശറയിൽ, നമ്മളുടെ മതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതും സ്വഹാബത്ത് അത് ഏത് രൂപത്തിൽ മനസ്സിലാക്കി തന്നതും അവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ നിൽക്കേണ്ടത്. ഇബാദത്തിന്റെ അർത്ഥം ആ വിഷയത്തിലേക്ക് വരുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഭയത്തിന്റെയും പൂർണ്ണതയെ ഒരുമിച്ച് ഒത്തിണക്കുന്ന കാര്യത്തിന് പറയപ്പെടുന്ന വാക്കാണ് ഇബാദത്ത് എന്നാണ് അവരതിന് നിർവചനം കൊടുക്കാറ്. താഴ്മയിൽ നിന്നും വിനയത്തിൽ നിന്നും മാത്രമല്ല, സ്നേഹത്തിൽ നിന്നും ഭയപ്പാടിൽ നിന്നും കൂടിയാണ് ഇബാദത്ത് രൂപം കൊള്ളുന്നത് എന്ന് പ്രമുഖ മുഫസ്സിറായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ആ വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവരുടെ ആരാധ്യ വസ്തുക്കളെ അത്യധികം സ്നേഹിക്കുന്നുണ്ട്, അവരെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ അവയോടുള്ള ഒരു താഴ്മയും ഭക്തിയുമൊക്കെ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാധാരണമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഏതെങ്കിലും അദൃശ്യ ശക്തി ഒരു വസ്തുവിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചുള്ള സ്നേഹവും ഭയവും അത്യധികമായി തീരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഈ വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന താഴ്മയുടെയും ഭക്തി ബഹുമാനത്തിന്റെയും പ്രകടനമാണ് സഹോദരങ്ങളെ ഇബാദത്താകുന്ന ആരാധന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഈ ഇബാദത്തിന് 3 റുക്നുകൾ, 3 തൂണുകൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് മഹബ്ബത്താണ്, സ്നേഹമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസംതൃപ്തിയോട് കൂടിയിട്ട് സഹോദരങ്ങളെ ആ ഇബാദത്ത് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആ കർമ്മം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ അത് ഇബാദത്തിൽ ഉൾപ്പെടുകയുള്ളൂ. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അത് വെറുപ്പോട് കൂടിയിട്ട് മനസ്സിൽ ഇഷ്ടമില്ലാതെ നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അതൊരിക്കലും ഇബാദത്താവുകയില്ല. 5 നേരത്തെ നമസ്കാരമാകട്ടെ, സകാത്ത് കൊടുക്കുന്ന വിഷയമാകട്ടെ, ഹജ്ജ് കർമ്മം ചെയ്യുന്നതാകട്ടെ, ഏത് കർമ്മമാകട്ടെ, അവിടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മനസംതൃപ്തിയോട് കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് റജാ ആണ്, പ്രതീക്ഷ. റജാ വേണം. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഒരു പ്രതീക്ഷയോടെ ആയിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ആഗ്രഹം. ചില ആളുകൾ നമസ്കരിക്കാറുണ്ട്, അവർ പറയും ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എന്താ, ഒരു യോഗ പോലെ കാണാമല്ലോ,
5 നേരത്തെ ഒരു എക്സസൈസ് പോലെ നമുക്ക് നമസ്കരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അത് ഗുണമല്ലേ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്താവുകയില്ല. കാരണം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയില്ല. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന പ്രതീക്ഷ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണം, റജാ വേണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ സംഗതി ഖൗഫാണ്, ഭയം വേണം. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഇത് മൂന്നും സഹോദരങ്ങളെ ഇബാദത്തിൽ കടന്നു വരുന്നുണ്ട്. സ്നേഹം കടന്നു വരുന്നു, പ്രതീക്ഷ കടന്നു വരുന്നു, അതുപോലെ തന്നെ ഭയം കടന്നു വരുന്നുണ്ട്. അങ്ങേയറ്റത്തെ സ്നേഹ ബഹുമാനത്തിനും അങ്ങേയറ്റത്തെ ഭയഭക്തിക്കും അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് സഹോദരങ്ങളെ. ആരാധനക്കും സഹായാർത്ഥനക്കും യഥാർത്ഥത്തിൽ അർഹനായിട്ടുള്ളവൻ നീ ഒരുവനേയുള്ളൂ എന്ന് ഏറ്റുപറയലും മറ്റാരുടെ മുമ്പിലും അത് ഈ 2 കാര്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കുകയില്ല എന്ന പ്രതിജ്ഞയാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരത്തിലാകട്ടെ, ഇനി നമസ്കാരത്തിന് പുറത്തുള്ള ഓരോ സത്യവിശ്വാസിയും പല പ്രാവശ്യമായി കൊണ്ട് സഹോദരങ്ങളെ ആവർത്തിച്ചു പറയുന്ന ഒരു ആയത്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹുവിന്റെ സ്തുതികീർത്തനമായി ആരംഭിക്കുകയും അവനോടുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയായി അവസാനിക്കുകയും ചെയ്യുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. എങ്ങനെ? അള്ളാഹുവിനുള്ള സ്തുതികീർത്തനത്തോടുകൂടിയാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത്. അള്ളാഹുവോട് മഹത്തായ ഒരു പ്രാർത്ഥന കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ സൂറത്തുൽ ഹംദ് എന്നും സൂറത്തുൽ ദുആ എന്നും വിളിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഹംദ് എന്ന് വിളിക്കപ്പെടാറുണ്ട് സൂറത്തുൽ ഫാത്തിഹയെ. അതുപോലെ തന്നെ സൂറത്തുൽ ദുആ എന്നും സൂറത്തുൽ ഫാത്തിഹയെ വിളിക്കപ്പെടാറുണ്ട്. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട് തുടങ്ങി അള്ളാഹുവോട് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്ന ഈ അധ്യായത്തിൽ ആ 2നും ഇടക്ക് വെച്ചുകൊണ്ട് സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയായ അടിമ അള്ളാഹുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന പ്രതിജ്ഞയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന്. എത്രത്തോളം ഗൗരവമേറിയതാണ് ഒരു സത്യവിശ്വാസി നടത്തുന്ന ഈ പ്രതിജ്ഞ എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആരോടാണ് നമ്മൾ ഈ പ്രതിജ്ഞ നടത്തുന്നത്? അള്ളാഹുവോടാണ് നമ്മൾ ഈ പ്രതിജ്ഞ നടത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അള്ളാഹുവും അവന്റെ അടിമയും കൂടി നടക്കുന്ന ഈ സ്വകാര്യ സംഭാഷണത്തെ പരിഗണിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയെ സൂറത്തുൽ മുനാജാത്ത് അഥവാ കൂടിക്കാഴ്ചയുടെ അധ്യായം എന്ന കൂടി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട് എന്നർത്ഥം. എങ്ങനെ? സൂറത്തുൽ മുനാജാത്ത് എന്ന സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയാം. സ്വകാര്യ സംഭാഷണം, കൂടിക്കാഴ്ചയുടെ അധ്യായം എന്നൊക്കെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയാറുണ്ട് സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ്? അള്ളാഹുവും അവന്റെ അടിമയും കൂടി നടക്കുന്ന സ്വകാര്യ സംഭാഷണമായതുകൊണ്ടാണ്. ആ സ്വകാര്യ സംഭാഷണത്തിലാണ് ഗൗരവത്തോടുകൂടി നമ്മൾ പറയുന്നത് എന്ത്? അള്ളാഹുവെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നത് എന്ന്. ഇവിടെ സഹായം തേടുക എന്നുള്ള ഇയ്യാക നസ്തഈൻ എന്ന പദം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന വാക്യത്തെക്കുറിച്ച് സഹോദരങ്ങളെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നസ്തഈൻ എന്നതിന്റെ മൂലപദം ഔൻ എന്ന പദത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. നസ്തഈൻ എന്നത് ഔൻ എന്ന പദത്തിൽ നിന്നാണ്. സഹായമെന്നാണ് അതിന്റെ അർത്ഥം. ഇസ്തിആന എന്നത് നസ്തഈൻ എന്ന വാക്കിന്റെയാണ്, അഥവാ നസ്തഈൻ എന്ന വാക്കിന്റെ ധാതുവാണ് ഇസ്തിആന എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം വല്ലതും തേടുമ്പോഴും അതുപോലെ തന്നെ വല്ലതും ചോദിക്കുമ്പോഴുമൊക്കെ അറബി ഭാഷയിൽ സാധാരണ 3 അക്ഷരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രയോഗിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ അവിടെ നമ്മൾ ചോദിക്കുക, തേടുക എന്നൊക്കെ അർത്ഥം വരും. അതേതാ 3 അക്ഷരങ്ങൾ? ഒന്ന് അലിഫാണ്, ഒന്ന് സീനാണ്, ഒന്ന് താ ആണ്. ഈ 3 അക്ഷരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നസ്തഗ്ഫിർ എന്ന് പറയുന്നത്, നസ്തഗീദ എന്ന് പറയുന്നതൊക്കെ ആ രൂപത്തിലാണ്. ഈ 3 പദങ്ങൾ അതിൽ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന വ്യാഖ്യാനമാണ് സഹോദരങ്ങളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ ഈ ആയത്തിന് നൽകിയിട്ടുള്ളത്. അത് തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഈ ഒരു സഹായം തേടുന്നതിന്റെ പരിധിയും അതിർത്തിയുമൊക്കെ നമുക്ക് നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.
വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അത് വിശദമായിക്കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ, ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദുആഉ വൽ ഇബാദ, ദുആ അത് തന്നെയാണ് പ്രാർത്ഥന, അത് തന്നെയാണ് ഇബാദത്ത് ആരാധന എന്ന് പറയുമ്പോൾ ഈ ഇബാദത്തായ ഒരു കാര്യം ആദ്യം പറഞ്ഞു, പിന്നെ അതിനുശേഷം നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹായത്തേട്ടം എന്ന് പറയുമ്പോൾ, അള്ളാഹുവോട് സഹായം തേടുക എന്ന് പറയുമ്പോൾ ഏത് നിലക്കാണ്, എവിടെ നിന്നാണ് ആ സഹായത്തേട്ടം ഉത്ഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുറച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി തന്നെ ഈ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.